എന്താ എന്താ വേണ്ടേ? കൊറേ നേരമായല്ലോ, ഇപ്പൊ തന്നല്ലേ ഉള്ളൂ. ദാ വരുന്നു, നിക്ക്. എന്താ എന്റെ മോളെ, ഞാനിത് എടുക്കാൻ പോയതല്ലേ. എവിടേക്കാ ഇതൊക്കെ പോകുന്നേ? ഇപ്പൊ തന്നല്ലേ ഉള്ളൂ. കഴിച്ചോ കഴിച്ചോ, വയറ് നിറച്ച് കഴിച്ചോ. വാവേ, ഇത് നോക്കിയേ, ആടുമ്പ വീഴല്ലേ. എന്റെ കുട്ടിക്കാരെയല്ലേ, കഴിച്ചോ കേട്ടോ. വാ വാ വാ, ഇങ്ങോട്ട് നോക്കിയേ. വാ വാ, ഇങ്ങോട്ട് വാ. എന്നാ കഴിച്ചോ. കൊച്ചമ്മണി, ആ ചക്കര ഇതിലെ പോയോ? ഇതാ അങ്ങോട്ട് പോയല്ലോ. എന്തേ വേലു എന്തേ? പറമ്പിലുണ്ട്. കഴിച്ചോ കേട്ടോ. എന്നിട്ട് ഓടിപ്പിക്കലടാ. എന്നാ ദേ കുടിച്ചോ, തട്ടിമറിക്കല്ലേ. ഇങ്ങോട്ട് വാ, വേഗം വന്നേ. വേലുക്കാക്ക വരുന്നില്ലേ? വരുന്നു വരുന്നു. എന്നാ വാ. കുഞ്ഞാട് കുഞ്ഞാടേ. കുഞ്ഞാട് നിന്റെ അപ്പൻ. അതെന്നാ മേരി, അവൻ നിന്നുള്ള സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ? സ്നേഹം കൊറേ കണ്ടതാ ഞാൻ. 10 പെറ്റിട്ടു അതൊന്നും മറന്നില്ലേ മേരി? 10 പെറ്റെങ്കിലേ അതെന്റെ കെട്ടിയോന്റെ ഗുണ. നരച്ചു കുത്തി ഇരുന്നിട്ടേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സാറ് വന്നു. നമസ്കാരം. നമസ്കാരം. ഇരിക്കെ, എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ആ എത്തി. സാറേ ബെക്കറില്ല, അവൻ വാർക്കപ്പടിക്ക് പോയതാ. സാറേ വേലിക്കാക്കയും വന്നില്ലേ? എല്ലാരും ബുക്ക് എടുക്ക്, അവര് വന്നോളും. നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞത് കാര്യമാണ്. സൈലൻസ്. എന്താ സമയത്തിന് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നും ഇങ്ങനെയാണല്ലോ. ആ കയറിയിരിക്കെ. എന്താ അവിടെ? എന്നെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. സാറേ ഇവനെ നാറിയിട്ട് വയ്യ. വേലു ഇങ്ങ വാ. ആ അവിടെ ഇരുന്നു. അപ്പം നമ്മള് ഇന്നലെ എന്താ പഠിച്ചത്? പേരെഴുതാൻ പഠിച്ചു. എന്നിട്ട് എല്ലാവരും എഴുതാൻ പഠിച്ചോ? പഠിച്ചു. പഠിച്ചു സാറേ, ഞാനും പഠിച്ചു. ഞാൻ കുറച്ചെഴുതി പഠിച്ചു സാറേ.
അതുപോരാ, എല്ലാവരും ശരിക്കും എഴുതി പഠിക്കണം. ആ ശരി. ആ ആ ഞാനെന്നാലും എന്തായാലും എഴുതാൻ നിങ്ങളൊക്കെ പഠിച്ചായിരുന്നോ? പഠിച്ചല്ലേ? ഉവ്വ. അങ്ങനെ എല്ലാവരും പേരെഴുതാൻ പഠിച്ചു. കൊച്ചമ്മണിയേ, ഇതാ വരുന്നു. ആ എണ്ണ ഇങ്ങെടുക്ക്. എന്താടി? ഇതിനൊന്നും കൊടുത്തില്ലേ? കൊടുത്തു കൊടുത്തു. ഉം. എന്തായിരുന്നു ഇന്നത്തെ പഠിത്തം? ആ, പേരെഴുതി പഠിക്കല് തന്നെ. എന്നിട്ട് എഴുതിയോ? തെറ്റിപ്പോയി. അതെങ്ങനെ? ഇരുന്ന് എഴുതി പഠിക്കാൻ പറഞ്ഞാ കേൾക്കൂലല്ലോ. ഇവിടെ പേരെഴുതി പഠിച്ചോണ്ടിരുന്ന നമ്മളെ കാര്യങ്ങൾ നടക്കോ? ഉം. അതെ, നമുക്ക് പിള്ളേരെ ഒന്ന് വിളിക്കണ്ടേ? അതല്ല, ഓണമൊക്കെ വരുമല്ലേ? എന്തിനാ പ്രാവശ്യം വിളിക്കണ്ട. വെള്ളം ചൂടാക്കിയെടുത്ത് അങ്ങോട്ട് പോയി. നീ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. എടുത്തോണ്ട് വാ, കഴിക്കാം. എനിക്കിപ്പോ വിശപ്പില്ല. കഴിക്ക്, എന്നിട്ട് പോയി വിളിക്കാം. ഒരെണ്ണം കൂടെ. മതി 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 മതി. ആരോ വരുന്നുണ്ടല്ലോ ആനി. വേലും കൊച്ചമണിയാ, കേറി വാ. എന്താ ഇത്? ഇച്ചിരി തെരണ്ടിക്കറിയാ. ആഹാ, അകത്തേക്ക് വാ. ആ. തെരണ്ടിക്കറിയേ? ഓ, എന്നാ പിന്നെ ഇതിന് നേരത്തെ കൊണ്ടുവന്നുകൂടായിരുന്നോ? എന്റെ കഴിപ്പ് കഴിഞ്ഞു. ഓ, അത് സാരമില്ല, ഞാൻ കഴിച്ചോളാം. ആ, എന്നിട്ട് പറ, എന്താ രണ്ടുപേരും കൂടി ഈ രാത്രിയില്? ഈ ഓണമൊക്കെ വരുമല്ലേ സാറേ, ഉം. മോനെ ഒന്ന് വിളിക്കാൻ. അതിനവൻ വരുമോ വേലു? കഴിഞ്ഞ തവണ വിളിച്ചിട്ട് അവൻ വന്നില്ലല്ലോ. എന്ന് കരുതി ഇപ്രാവശ്യം വരില്ലെന്നുണ്ടോ? ഓ, വിളിച്ചേക്കാം.
ഹലോ ഹലോ ഹരീഷേ. യെസ്. ആ ഇത് മാത്യു സാറാ. മനസ്സിലായി. ആ നിന്റെ അച്ഛനും അമ്മയും ഇവിടെ നിൽപ്പുണ്ട്. അതെ, ഈ അപ്പനും അമ്മയും പ്രായമായി കഴിഞ്ഞാൽ മക്കൾ അടുത്തില്ലെങ്കിൽ അതൊരു വല്ലാത്ത വീർപ്പുമുട്ടലാ. നീ കല്യാണം കഴിച്ചപ്പോഴും നിനക്ക് കുട്ടികളുണ്ടായപ്പോഴും ഒന്നും നീ അവരെ അറിയിച്ചില്ല. അവർക്ക് ഉണ്ടാകില്ലടാ ആഗ്രഹങ്ങളൊക്കെ. ഹരീഷേ, നീ കേൾക്കുന്നുണ്ടോ? ഇടയ്ക്കൊക്കെ അവരെ വന്നൊന്ന് കണ്ടിട്ട് പോ. അതൊക്കെ അവർക്കൊരു സന്തോഷമല്ലേ? ഓ ഷുവർ. ഞാൻ ഇത്തിരി ബിസി ആയി പോയി. അതാ. അതെനിക്ക് മനസ്സിലായി. ഈ തിരക്കൊഴിഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പം എങ്ങനെയാ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിടണോ? നോ നോ, അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആ എന്നാൽ ഞാൻ ഫോൺ കൊടുക്കാം, നീ അവരോട് തന്നെ സംസാരിക്കും. എന്നാ ഹലോ വാവേ, അമ്മയാടാ. എത്ര കാലയടാ ഒന്ന് കണ്ടിട്ട്. ഈ ഓണത്തിനെങ്കിലും ഒന്ന് വരുമോ? നോക്കട്ടെ, വിളിക്കാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അവളും പിള്ളേരൊക്കെ എന്തെടുക്കുക? അവർക്ക് സുഖമല്ലേ? അവര് വീട്ടിലാ, ഞാനിപ്പോ ഓഫീസിലാ. എനിക്കിവിടെ നിന്ന് തിരിയാനുള്ള സമയമില്ല. ആ തിരക്കൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവൂല്ല. ഞാനതൊക്കെ ആരോട് പറയാനാ? ഒന്ന് വാടാ, അവളെയും പിള്ളേരെയും കാണാൻ കൊതിയാവുന്നു. വരാം. ദേ ഞാൻ അച്ഛന് കൊടുക്കാം. ഹലോ, അച്ഛനാണ്, അച്ഛനാണ്. വാവയാ, വാവേ. വാവേ, അച്ഛനാ. മിണ്ടണില്ല, മിണ്ടുന്നില്ല. വാവ നിന്നോടെന്താ പറഞ്ഞ്? എനിക്ക് ഫോൺ തരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താ പറഞ്ഞ്? ഓ, എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പൊ ഫോൺ വെച്ചതാ. അതൊന്നും ആയിരിക്കില്ല, കട്ടായി പോയതായിരിക്കും. എന്നാ പിന്നെ തിരിച്ചു വിളിക്കാൻ പാടില്ലേ? ഇപ്പം അതൊന്നും മനസ്സിലിട്ടോണ്ടിരിക്കണ്ട. പിള്ളേരിങ്ങ് വരുമല്ലേ, എന്താന്ന് വെച്ചാ നേരിട്ട് കണ്ടങ്ങ് ചോദിക്കാമല്ലോ. ആ തിരക്കാ 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 ശരി തിരക്കാ. ഒരു എന്നാ ഓണം മെമ്പറാന്നേ. ഓ വേണ്ടടാ രവിക്കുഞ്ഞെ, അതെന്നാ പറച്ചില്ല, അങ്ങനെ പറയല്ലേ കാക്കേ. 12 കോടിയാ ചുമ്മാറിനെ എടുക്കുന്നേ. ഈ 12 കോടിയൊക്കെ ഞാൻ എന്ത് ചെയ്യാനാ? അതോർത്ത് കാക്ക പേടിക്കണ്ട. പൈസ ചെലവാക്കാനാണ് വഴിയില്ലാത്തത്. ഒരു പനി വന്നാലേ ആശുപത്രിക്കാര് മൊത്തം തീർത്തേരും. ദാ പിടിച്ചോ. കണ്ട എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വന്നേ? ഞാൻ ഈ ലോട്ടറി ഒന്ന് തൊട്ടതേ ഉള്ളൂ, അത് പറന്നു വന്ന് അങ്ങോട്ട് വന്നു. ദേ ഭാഗ്യം എന്തോ കടന്ന് വട്ടം കറങ്ങുന്നുണ്ട്. അതെടുത്തേ, ധൈര്യമായിട്ട് എടുക്കുന്നേ. കാശൊക്കെ പിന്നെ തന്നാ മതി. കാക്കയ്ക്ക് അറിയാലോ. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, എടുത്തേ അങ്ങോട്ട്. ആയിശ്ശിരായിട്ട് എടുത്തേ അങ്ങോട്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ, കടം വാങ്ങിച്ച ഒരുത്തനാ നമ്മുടെ തെങ്ങേ കയറാൻ നടന്നിരുന്ന സൈമൻ.
അവനിപ്പോ സൈമ മുതലാളിയാ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാൽ നടക്കൂ. ആ കാശ് ഇതുവരും തന്നിട്ടില്ലെന്നേ. അത് പോട്ടെ, ഇത് കാക്കയ്ക്ക് അടിച്ചാലോ? ചുമ്മാ എടുക്കുന്നേ. കാശൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളന്നേ. അത് കൊള്ളാം. നമ്മൾ തമ്മിൽ ഇന്നൊന്നിലെ കാണാൻ തുടങ്ങിയതാണെന്ന്. നമ്മൾ എവിടെയൊക്കെ വെച്ച് എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു. വെച്ചോ, ധൈര്യമായിട്ട് വെച്ചോ. പിന്നെ ആ സൈമൻ തണ്ടിയെ പോലെ തരാതിരിക്കുന്നു. അതെനിക്ക് ഇനി കുറെ കൊണുക്ക് നിനക്ക് കയറും. മരത്തലെ നോക്കി നിൽക്കാ ചീട്ടിടറാ. ഈ പൊട്ടനെ പറഞ്ഞാൽ മനസ്സിലാകരുത്. ഇന്ന ഇത് പിടിച്ചു. ഇന്ന് ഈ കുണുക്കൊക്കെ ഇറക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. വായും പൊളിച്ചിരിക്കാതെ ചീട്ടിടറാ. ഇനിയും കൊടുക്ക് കയറുന്ന ലക്ഷണമുണ്ട്. നീറ എന്നോടാ കളി. ഇന്ന പിടിച്ചോ. എന്നാ ഇതാ അതേ കൊച്ചമണിയേ, കുറച്ചു പേര് ഞങ്ങൾക്ക് തന്നിട്ട് പോകും. വിശന്നിട്ട് നിക്കാൻ മേല. ചീട്ടും കളിച്ചിരിക്കാത്ത വല്ല പണിക്കും പോടാ. കാക്കയ്ക്ക് എന്തിനാ ചോറ്? അത് അവിടുന്ന് ഇവിടുന്നൊക്കെ കൊത്തിപ്പൊറുക്കി തിന്നും. മാനത്തൊന്നും നോക്കണ്ട, സമയമായി. ആ വറീദിന്റെ മോനുണ്ടല്ലോ, ശകലം കൂടുതലോ. പതിവ് കളിയാക്കല് തന്നെ. നീയാവുമ്പോ കാര്യാക്കണ്ട. കാര്യൊക്കെ ഒന്നുമില്ല, എന്നാലും നീ വണ്ടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഇങ്ങോട്ട് കയറി. എന്താ കാക്കേ, ഞാൻ പണിക്ക് വിളിച്ച വരാനൊരു മടി? അങ്ങനെയൊന്നുമില്ല മുതലാളി. എങ്ങനെ ഒന്നുമില്ല, വരാൻ പറ്റൂലേ? കാര്യം പറ. വരണേന് കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം മുതലാളി 700 രൂപ തരാന്ന് പറഞ്ഞിട്ട് 400 രൂപയും കുറച്ച് കാച്ചിലും തന്ന്. എന്നാ ഈ പ്രാവശ്യം കുറച്ച് പീച്ചിൽ തരാം. അതൊന്നും വേണ്ട മുതലാളി, ഞങ്ങൾക്ക് ആ കാശ് തന്നാൽ മതി. കാശ് തരാം. നാളെ രാവിലെ അങ്ങ് വന്നേക്ക്. ചാണാക്കുഴിങ്ങ് നിറഞ്ഞു കിടക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ടായിരുന്നു മുതലാളി. അന്നൊരു കട്ടില് തരാന്ന് പറഞ്ഞില്ലേ, അതിപ്പോ കിട്ടിയ ഉപകാരമായിരുന്നു. പിള്ളേര് വരുന്നുണ്ടേ. അതൊക്കെ തരാം. കാക്ക രാവിലെ അങ്ങ് വന്നേക്ക്. ഓ ഓ ആ ഡാ, ആ മത്തങ്ങ ഇങ്ങനത്തെ പിടിച്ചത് അഡ്വാൻസ്. ഓ അപ്പൊ രാവിലെ കാണാം.
എങ്ങനാ? അങ്ങോട്ട് പോകുന്നുണ്ടോ? പോയിരുന്ന എങ്ങനെ? പോവുകയാണെങ്കിൽ കട്ടില് കൊണ്ടുവരായിരുന്നു. പിള്ളേര് വരുമല്ലേ. പോയേക്കാം. ആ ലോഡ് വന്നു. നീ ഒറ്റയ്ക്കേ ഉള്ളോ? ഞാൻ അവിടെ നോക്കിയിട്ട് ആരും കണ്ടില്ല. ഇതിപ്പോ എങ്ങനെ ഇറക്കുക? നമ്മളിറക്കും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്റെ നടുവിലങ്ങിയിരിക്കുക. നീ ആരെങ്കിലും കിട്ടുമെന്നൊന്ന് നോക്ക്. വെറുതെ മനുഷ്യൻ മെനക്കെടുത്താൻ വേണ്ടിട്ട്. മെനക്കേടാ? നിനക്കല്ലല്ലോ മെനക്കേട്, എനിക്കല്ലേ. നിനക്കറിയില്ലേ ലോഡ് ഇറക്കാൻ ഇവിടെ ആള് വേണമെന്ന്? ആ ആള് വന്നല്ലോ. വെലുക്കാക്കെ ഇങ്ങ് വന്നേ. ദേ ഈ ചാക്കൊന്ന് പിടിച്ചേ. എനിക്ക് സൈമൻ മുതലാളിയുടെ പണിയുണ്ട്. വാന്നേ. നമ്മുടെ സൈമണല്ലേ, അത് ഞാൻ പറഞ്ഞേക്കാം. ഒന്ന് സഹായിച്ചു കൊടുക്ക്. അയ്യോ അത് പറ്റൂല, വൈകി ചെന്ന മുതലാളി വഴക്ക് പറയും. അത് സാരല്ലേ വേലക്കാക്ക, നിങ്ങളൊന്ന് പിടിക്കുന്നേ. സഹായിച്ചു കൊടുക്ക്. 5 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. ചില്ലറ കിട്ടുന്ന കേസല്ലേ. വാന്നേ. എന്നാ നീ നടന്നോ, ഞാനൊന്ന് പിടിച്ചു കൊടുത്തിട്ട് വരാം. ദാ ഈ മൂലയിൽ അങ്ങോട്ട് കുത്തിക്കോ. ആ ആ. കാക്കേ നോക്കി. 52 54 56. എടാ വെറുതെ അല്ല നിന്നെ വെപ്രാളെന്ന് വിളിക്കുന്നത്. ഒന്നല്ല 2 വെച്ചിട്, അല്ലെങ്കിൽ 1 വെച്ചിട്. എണ്ണം തെറ്റൂലേ? ഞാൻ 2 വെച്ചിട്ട് 1 താഴെ പോയി. ആണാ? ഇവൻ എത്ര തച്ചു പറഞ്ഞേക്കണത്? 350. 350. അതുമേ 100 താഴെ കളഞ്ഞേരി. അയ്യോ മുതലാളി, മര്യാദക്ക് എന്റെ ആ വേലുക്കൊക്കെ വന്നില്ലേ? ദേ വരുന്നുണ്ട്. ആ നിനക്ക് ജ്യൂസ് വേണം? 50 പിടിക്കാനല്ലേ വേണ്ട? ആ ഇട്ടോ ഇട്ടോട്ടെ. ഇട്ടോ. ഇപ്പൊ എത്രയായി? 58. ഓ കറക്റ്റ് ആയാ മതിയായിരുന്നു. അച്ഛൻ അങ്ങനെ പലതും പറയും. അതൊന്നും നടക്കില്ല. ആണല്ലേ? ഉറപ്പാ. ആ കാക്കേ എവിടെയായിരുന്നു? വേസ്റ്റ് ഒക്കെ കോരി കഴിഞ്ഞോ? മാറാ 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 അങ്ങോട്ട് മാറാ. ഓ തിരക്കാ തിരക്കാ തിരക്കാ, എനിക്ക് തിരക്കാ. മറമായി. വാ.
പയ്യേ എന്നാ കുറച്ചു നേരം ഇരുന്നു, ഞാൻ കൊണ്ടിടാം. അമ്മണി, അത് വേലുക്കാക്ക ചെയ്തോളും. അമ്മണി ഇങ്ങോട്ട് വാ, ഇവിടെ കുറച്ച് പണിയുണ്ട്. കട്ടൻ കാപ്പി ഒന്നും വേണ്ടല്ലോ അല്ലേ? വേണ്ട. ഇന്ന് കപ്പയാണല്ലോ മലയാളി. ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരട്ടെ. നീ കുറച്ചു മുമ്പല്ലേ കഴിച്ചത്? അതൊരു തടയായിരുന്നല്ലേ മലയാളി. ഓ എടാ, നീ ഇങ്ങനെ കഴിച്ച എന്റെ തട ഇളകി പോവും. എന്നാ പോട്ടെ. എന്നാ ചെല്ല്. തിന്നാനല്ല, പോയി പണിയെടുക്കടാ. മുതലാളി ഞാനും കഴിച്ചു വരട്ടെ. പോവാൻ പറ്റേ. ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഒരു സ്ഥലത്തൂടി പോകാനുണ്ട്, മനസ്സിലായ? ചെന്ന് വണ്ടി ഇരിക്കും. അല്ലേ ആഹാ, ഇരിക്കിരിക്കി. കപ്പയും കാന്താരി എങ്ങനെയുണ്ട്? കപ്പ എങ്ങനെയുണ്ട്? കൊള്ളാം. ഈ കപ്പയുടെ കൂടെ കുറച്ച് പോത്തിറച്ചും കൂടി ആണെങ്കിലാ നന്നായിരിക്കും. പക്ഷെ കാന്താരിയാ നല്ലത്. കപ്പക്ക് എപ്പോഴും കാന്താരിയാ നല്ലത്. അപ്പൊ എനിക്കും വിശക്കണം, ഞാനും എന്തെങ്കിലും കഴിച്ചിട്ട് വരാട്ടാ. ആ പിന്നെ കാക്ക കട്ടിലിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാം. ജസി, കഴിക്കാൻ കപ്പയും പോത്ത് കൊടുത്തു വെച്ചേ. അയ്യോ, നാളിട്ട് വയ്യ. താരം പിടിച്ചത് നല്ല ഒന്നാന്തരം മലയാളിയായിരുന്ന ഞാനാ. വന്നു വന്നു ബംഗാളിയായി. ഇപ്പം ലോട്ടറി അടിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ കൂടെ പണിക്കിറങ്ങേണ്ട ആളാ. അപ്പം മുതലാളി എന്ന് വിളിക്കേണ്ട അവസ്ഥയെ ഇതുപോലൊരു ഗതികേട് ഒരു മലയാളിക്കും ഉണ്ടാവില്ല. അവിടെ ഇരിക്കും. മേശയുണ്ട്, കസേരയുണ്ട്, ചോദിച്ചാൽ ഒരു സാധനം തരും. ഇതുപോലെ അരക്കനെ മുതലാളി. എന്തായി കാണിക്കണത്? കട്ടിലായിട്ട് കുറിച്ച് പിടിക്കാൻ പോണം. ഞാനൊരു മേശ ചോദിച്ചപ്പോൾ മുതലാളി എനിക്ക് തന്നില്ല. വേലുക്കാക്ക ചോദിച്ചപ്പോൾ മിനിറ്റ് വെച്ച് കൊടുത്തു. നിന്നോട് ചാണകം കോരാൻ പറഞ്ഞാൽ നീ കോരുവോ? അയ്യ, അത് ഞാൻ കോരില്ല മുതലാളി. ചാണം കോരലൊരു മോശം പണിയാ. അയ്യോ, അപ്പൊ നിനക്ക് മേശ തന്നെ എനിക്കും മോശമായിട്ട് തോന്നുന്നു. എടി, നീ പോയാ വേലുക്കാക്കനോട് വരാൻ പറഞ്ഞു. കിട്ടിയോ? ആ അടുക്കളയുടെ മൂലയ്ക്ക് കാണും. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടേട്ടാ പിന്നെ നോക്കിയാ കാണുമോ? കട്ടിലുള്ള തരൂന്ന് വിചാരിച്ചില്ല. വെറുതെ ഒന്നും അല്ലല്ലോ, കട്ടിലിന്റെ കാശ് കൂലിന്ന് കുറച്ചിട്ടല്ലേ. അതൊന്നും സാരമില്ല, കട്ടിൽ വന്നല്ലോ. ശരിയാ, പിള്ളേര് വരുമ്പോ കിടക്കാലോ. വാവിക്ക് സന്തോഷം. കട്ടിലാണോ അവന്റെ സന്തോഷം? അതല്ല ഞാൻ പറഞ്ഞത്. ഓ ഓ, അവന്റെ സന്തോഷം നോക്കി ജീവിച്ചിട്ട് ഇപ്പൊ എന്തായി? ചുമ്മാ ജീവിക്കുന്നു.
വിഷമിച്ചതല്ലേ? ആളുകൾ കാക്കേര മോനെ എന്ന് വിളിച്ചാണ് അവൻ്റെ വിഷമം. ഇനിയും പോവും, എല്ലാ പണിക്കും പോവും, ആവതുള്ളവരെ പോവും. ഇതുവരെ എഴുന്നേറ്റില്ലേ? നേരം കുറെ ആയല്ലോ. കൊച്ചമ്മണിയെ, ആ നല്ല പനിക്കുന്നല്ലോ. എഴുന്നേക്ക്, നമുക്ക് ആശുപത്രി പോവാം. വേണ്ട, കുഴപ്പമില്ല. എഴുന്നേക്ക്. വേണ്ട 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 എന്ന് പറഞ്ഞ് ഇന്നാളത്തെ പോലെ കൂടാനോ? ഞാനൊരു കാപ്പി ഇട്ടുകൊണ്ട് വരാം.
എഴുന്നേൽക്ക്. പുറകോട്ട് ചാരിയിരിക്കും. കുടിക്ക്. ചൂടോടെ അങ്ങ് കുടിച്ചോ. അങ്ങ് മാറിക്കോളും. ആ കുടിക്ക്. മാറിക്കോളും. ഇതോടെ ചൂടോടെ കുടിച്ചോ. മാറിയില്ലേ നമുക്ക് ആശുപത്രി പോവാം. കുടിക്ക്. ആട് കിടന്ന് വിളിക്കുന്ന കേട്ടല്ലേ ഞാൻ ഉണർന്നത്. അപ്പോഴല്ലേ നീ ഇങ്ങനെ കിടക്കുന്ന കാണുന്നത്. വേലുക്കാക്കേ, ഓ കാക്ക അറിഞ്ഞില്ലേ? ഇവിടെ വെളിച്ചപ്പാട് പോയി. അയ്യോ, എന്ത് പറ്റി? പെട്ടെന്നൊരു നെഞ്ചുവേദന. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്മാരുടെ കാര്യം. ഇനി വാ. എന്നാ മുട്ടായി വാങ്ങിച്ചോ. ഇനി വാടാ. നോക്കി നോക്കി ചെറുക്കനെ കൊണ്ട് അയ്യോ, വയസ്സായ കാലത്ത് മനുഷ്യനെ ഇട്ട് വേലു ഇന്ന് പോയില്ലേ? ഇല്ല, കൊച്ചുങ്ങളൊക്കെ വരുമല്ലേ, അതും ഇതൊക്കെ വാങ്ങാനുണ്ട്. ആ, മോൻ വരുമ്പോ ഒന്ന് പറയണേ. ഓ, കണ്ടിട്ട് ഒരുപാട് കാലമായി. ഓ, എടാ ചെറുക്കാ, എങ്ങനെയാ അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വല്ലതും അറിയണോ?
ഇവിടെ ഒരു ഒപ്പിട്ടേ. ഇതകത്ത് കൊടുത്താൽ മതി. ആ ശരി. കാക്കേ ഒറ്റമണി ചേച്ചി ആ ഒന്ന് നിന്നു. വേലിക്കാക്കേ മറ്റന്നാന്താ പരിപാടി? പണി വല്ലതുണ്ടോ? എന്താ? നമ്മുടെ ഇയൻ ഷാജിയുടെ അവിടെ കുറച്ച് മെറ്റൽ നിരത്തണമായിരുന്നു. ഒറ്റ ദിവസത്തെ പണിയേ ഉള്ളൂ. അയ്യോ പറ്റത്തില്ലല്ലോ, പിള്ളേർ വരിക, അവരോട് നിൽക്കണ്ടേ? പിള്ളേര് വരുവാണോ? ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഞാനത് ഷാജിയോട് പറയാം. അവനും പിള്ളേരും എല്ലാരും ഉണ്ട്. ആഹാ, എന്നാ പിന്നെ മക്കൾ വന്നു പോട്ടെ, അപ്പ ചെയ്യാം. അതെ, അടുത്ത ആഴ്ച ആവട്ടെ. ആ എന്നാ ശരി എന്നാ. ഓ ആ ഇതൊരെണ്ണം മതിയോ? ഓ വേണേ രണ്ടും എടുത്തോ. വേണ്ട, ഒന്ന് മതി. എന്നാ ഞങ്ങളങ്ങോട്ട്. ഒരു മിനിറ്റ് പോവല്ലേ. ഓ ആനിയേ, അവര് പണി കഴിഞ്ഞ് വന്നതല്ലേ, പോയിട്ട് വരട്ടെ. എന്നാ നിങ്ങൾ പോയിട്ട് വൈകിട്ട് ഇറങ്ങ. ഓ അമ്മണിയേ, ഈഞ്ച. ആ മാത്യു സാർ എന്തിനായിരിക്കും വിളിച്ച്? ആ ചെന്ന് നോക്കുമ്പോ അറിയാല്ലേ. ആനിയേ, ടീച്ചറേ. വന്നു. വാ, കേറി വാ. വാ. എന്തായി വേലു ഓണപരിപാടിയൊക്കെ? ഓ ഒന്നും ആയില്ല. നാളെ ടൗൺ വരെ ഒന്ന് പോണം, സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. കൊടുക്ക. ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചതാ, ഓണമല്ലേ. എന്നാ ഞങ്ങൾ ഇറങ്ങാം. വേലു ഒരു മിനിറ്റ്. ഇതിരിക്കട്ടെ, പിള്ളേരൊക്കെ വരുന്നതല്ലേ, ചില ഒരുപാടുണ്ടാവും. ചെല ഉടുപ്പൊക്കെ കൊള്ളാം, പക്ഷേ ഇതവർക്ക് പാകമാവോ? അങ്ങനൊന്നും നോക്കിയില്ലായിരുന്നു. 5-7 വയസ്സല്ലേ ആയുള്ളൂ, ഒരു ഉന്നം വെച്ചങ്ങ് എടുത്തു. അല്ല വേലു, പിള്ളേരെ നമുക്കൊന്നുകൂടെ വിളിക്കണ്ടേ? എപ്പോഴാ എങ്ങനെ വരുന്നെന്നും ചോദിച്ചേക്കാം. അതിനുമായിട്ടാ ഞങ്ങൾ വന്നത്. ഓ അത് ശരി, എന്നാ ഒന്ന് വിളിച്ചേക്കാം.
ആ ഹലോ ഹരീഷേ, ഡാ ഇത് ഞാനാ മാത്യു സാറാ. ആ സാറേ, ഞാൻ ഒരു മീറ്റിംഗിലാണ്. കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? ആ അതെ, കൂടുതലൊന്നും പറയാനില്ല. മറ്റന്നാളാ ഓണം. അപ്പോൾ നിങ്ങൾ നാളെ തന്നെ ഇങ്ങ് എത്തില്ലേ? സാറേ, ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വിളിക്കാം. അതെ, അച്ഛനും അമ്മയും വലിയ ഒരുക്കത്തിലാ. നാളെ നിങ്ങൾ വരുന്നോണ്ടേ. അത് മതി, സന്തോഷം. ആ മതി, അത് മതി. ഹരീഷ് എന്താ പറഞ്ഞേ? ആ വരും, വരാമെന്നാ പറഞ്ഞു. ഒരു കിലോ മതിയല്ലോ അല്ലേ? അത് മതി, കൂട്ടിക്കോ. പിള്ളേർക്ക് ഒരു കൂട് ബിസ്ക്കറ്റ്. അതുകൂടെ ചേർത്ത് പറ. 15, 12. അപ്പോ ഇത്ര സാധനം മതിയല്ലോ. ആ കൂട്ടിക്കോ. അപ്പൊ അരി അതെ, 10 കിലോ. പിള്ളേർക്ക് ഒരു കൂട് ബിസ്ക്കറ്റ്. ആ അതെടുക്കാം. അത് മറന്നുവല്ലേ? എല്ലാം കൂടെ 950. രമേശ, ഒരടി തരട്ടെ. ഒന്ന് പോടാവേ, അവന്റെ ഒരു ലോട്ടറി കൊണ്ടുവന്നേക്കുന്നു. അയ്യോ, പൈസ തരുവാണോ? അത് ഞാൻ പിന്നെ അല്ല അത് വേണ്ട, പിടിച്ചോ. എന്തായാലും തന്നല്ലേ, ഇരിക്കട്ടെ. അതെ, ഇവൻ കണക്ക് പറഞ്ഞത് കൂട്ടി നോക്കിയായിരുന്നോ കാക്കെ? സ്കൂളിന്റെ വരാന്ത ഇവൻ കണ്ടിട്ടില്ല. ഉപ്പാതിനും പോകും. കള്ളൻ. അതിൽ അവന്റെ കണക്ക് മാഷിന്റെ പേര് അവൻ ഉണ്ട പറയും. ഓക്കെ ഓക്കെ. കൊള്ളാല്ലേ? നന്നായിട്ട്. അതെ, അതെല്ലാം ഞാൻ ചെയ്യാം. പോയി 2 ഇല വെട്ടിക്കൊണ്ടുവാ. പിന്നെ 2 കുഞ്ഞില എടുക്കണേ.
പായസത്തിന്റെ മധുരൊന്ന് നോക്കിയേ. ഔട്ട് ഓഫ് കവറേജ് എന്നാ പറയുന്നത്. ടീച്ചറേ, ദേ അവര് വരുന്നുണ്ട്. ആഹാ, കൊള്ളാലോ. നല്ല സുന്ദരന് സുന്ദരിയായിട്ടുണ്ടല്ലോ. അതെ, ആ. ഞാനിപ്പോൾ അവനെ വിളിച്ചിരുന്നു. ആ. പരിധിക്ക് പുറത്തെന്നാ പറയുന്നത്. ഉം. എനിക്ക് തോന്നുന്ന അവർ യാത്രയിലാണെന്നാ. ഉം. ഏതായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വരും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചോണ്ടിരിക്കാം. അവര് വരുമെന്ന് പറഞ്ഞല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ നടക്കട്ടെ. സാർ, ഒരു കാര്യം പറയാൻ. എന്താ വേലു? കുറച്ചും കൂടി പൊക്ക്. Two devils. Mama. Mama, two devils are standing there. എന്ത്? ഡെവിൾസോ?
എവിടെ? അവിടെ ആ അതാ ഞാൻ പറയുന്നത്, പുറത്തൊന്നും ഇറങ്ങി നടക്കരുതെന്ന്. വല്ല പിള്ളേരെപ്പെടുത്തുകാരും ആയിരിക്കും. മമ്മ വേണ്ട. നോക്കട്ടെ. ആരാ? ഞങ്ങള് വാവയുടെ അച്ഛനും അമ്മയാ. അത് ഹരിയുടെ വാവ. ഹരീഷിന്റെ. ആ ഇതൊന്ന് പിടിച്ചോ. എവിടെ വാവ എവിടെ? ഹരീഷ് ഓഫീസിലാ. ഇന്നൊരു കോണം ഫെസ്റ്റ് ഉണ്ട്. ഹാ, നല്ല കാര്യമായി. നല്ലൊരു ദിവസമായിട്ട് വീട്ടിൽ ഇരിക്കാനുള്ള ദിവസമല്ലേ. ഹോ, എന്തൊരു ചൂടാ. മക്കളെ, നിങ്ങൾ എന്താ മാറി നിൽക്കണേ? അപ്പൂപ്പനും അമ്മൂമ്മയാ. ആ, മക്കളെ ഇങ്ങ് വന്നേ. വാ ചോദിക്കട്ടെ. വാ. ചെല്ല്. ഗ്രാൻഡ്മയും ഗ്രാൻഡ്പയോ മനസ്സിലായില്ലേ? വരുന്നില്ലേ? വാ മക്കളെ. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു സൂത്രം കാണിച്ചു ആ, വരുമോ നോക്കട്ടെ. നീ അതിങ്ങെടുത്തേ. ദേ, അപ്പൂപ്പനും അമ്മൂമ്മയും എന്താ കൊണ്ടുവന്നേ നോക്കിയേ. ആ, കണ്ടില്ലേ? ആ, നോക്കി. ഇതെന്താന്നറിയോ? കണ്ണട. വാ എന്നാ. വാ, ചെല്ല്. പോയി വാങ്ങിക്കും. വയ്ക്ക്. വെച്ചോ. അപ്പൂപ്പൻ കാണട്ടെ. പറ്റുന്നില്ല, അപ്പൂപ്പൻ വെച്ച് തരാം. ആ, ഇങ്ങനെ. മോനും ഉണ്ട് ഒരു സൂത്രം. ഇത് അമ്മൂമ്മ മോന് വേണ്ടി ഉണ്ടാക്കിയതാ. വെച്ച് നോക്കട്ടെ. ആ, കൊള്ളാലോ. മിടുക്കൻ. ഇനി ഒരു സൂത്രം കൂടി ഉണ്ട്, കാണിച്ചു തരാവേ. അമ്മൂമ്മ ഉണ്ടാക്കിയതാണേ. ആ, ദേ ഇതെന്താന്നറിയോ? ദേ കൊള്ളാം. കണ്ടോ? ദേ കണ്ടോ? ദേ കൊള്ളാവോ? ദാ, ആ കറക്റ്റ്. നീ കൊടുക്ക്. എന്താ ഇതെന്താ? പന്ത്, ഓലപ്പന്ത്. അമ്മമ്മ ഉണ്ടാക്കിയതാ. അല്ല മോളെ, ഇവൻ എന്തോ ഇങ്ങനെയാണോ? നേരത്തിനും കാലത്തിനൊന്നും വീട്ടിൽ വരൂലേ? വരും. ഈ സമയത്തൊക്കെ ഓഫീസിൽ നല്ല തിരക്കാ. നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല. ആളങ്ങ് മാറിയല്ലോ. സൂപ്പർ. എനിക്കിതൊന്നും വേണ്ട. വാങ്ങിക്കോ മോളെ, നല്ലതാ. ഞങ്ങൾ ഇതൊന്നും കഴിക്കാറില്ല. അയ്യോ, നിങ്ങൾ പിന്നെ എന്താ കഴിക്കുന്നേ? ഞങ്ങൾ ഐസ്ക്രീം, പിന്നെ നൂഡിൽസ്, പിസ്സ, പിന്നെ ബർഗർ. അതൊക്കെ എന്താ മോളെ? അതൊക്കെ ഫുഡ്. ഞങ്ങൾക്ക് അതൊക്കെയാ ഇഷ്ടം. ആ, ഇതും അവർക്ക് ഇഷ്ടപ്പെടും. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ഈ കപ്പ ഇങ്ങനെ പുഴുങ്ങിയിട്ട് അതിലിത്തിരി തേങ്ങയും കാന്താരിയും ചെറിയ ഉള്ളിയും ജീരകവും മഞ്ഞളും ഒക്കെ ചേർത്ത് ഇളക്കിയിട്ട് ഇങ്ങനെ കുഴച്ച് വറുത്തരച്ച തിരണ്ടിക്കറിയുടെ അതിലോട്ടൊഴിച്ച് ഇങ്ങനെ ഇളക്കി കുഴച്ച് വാരി ഞങ്ങം 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 തിന്നണം. എന്ത് രസമായിരിക്കുന്നറിയോ അങ്ങനെ തിന്നാൻ. ആ, ഇവിടെ കുറെ ചെടിച്ചട്ടികളുണ്ടല്ലോ. ഇതമ്മേടെയാ. ആ, കൊള്ളാലോ. ഇതെന്റെയാ. അതും കൊള്ളാം. ഇതാരുടെയാ? ഇതിവന്റെയാ. ഇവൻ വെള്ളമൊന്നും ഒഴിക്കാറില്ലെന്നേ, മടിയാ. വാട്ടം ഉണ്ടോ? അതാ. ഈ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്നത് ആരുടേതാ? അത് പപ്പയുടെയാ. ഇതിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ നടാം. മോള് പോയി ഇത് ഇളക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ.
മതിയോ? പിന്നെ കൊണ്ടുവാ. ഇനി മോള് പോയി ഇതിലൊഴിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വാ. അവിടെ പോയി. ആ വെള്ളം ഇങ്ങതാ. കുറച്ച് കഴിയുമ്പോൾ അത് വളർന്നോളും. നട്ട നനയ്ക്കണമെന്നാ ശാസ്ത്രം. ഇതിനൂടെ കുറച്ച് ഒഴിച്ചേക്കാം. എല്ലാവർക്കും കുറേ ശരിക്കട്ടെ. ആ ശരി. വാ. നീ കൊച്ചമണിയേ, ഓ ഇങ്ങ് വന്നേ. നീ ഒന്ന് നോക്ക്. മതിയാ? നന്നായിട്ടുണ്ട്. ഈ ഹരീഷിന്റെ കാര്യം എന്തൊരു കഷ്ടമാ. എത്ര വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ അച്ഛാ. ഇതെന്ത് ജോലിയാ മോളെ? മനുഷ്യന്മാർക്ക് വീട്ടിൽ പോവൊന്നും വേണ്ടേ? എന്ത് ചെയ്യാനാ. ഇത് അതൊന്നും വേണ്ട. ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അമ്മ? കൊണ്ടുവന്നിട്ടുണ്ട്, നോക്ക്. നിങ്ങളുടെ കയ്യിലുള്ളതല്ല, ഇതാ കറിവേപ്പില. അതിന്റെ മണം എന്താന്ന് നോക്കിക്കോ. വിശപ്പായോ? സാധാരണ ഈ സമയത്താണോ കഴിക്കുന്നേ? അതെ. കുട്ടിയേക്ക് വിശപ്പായി. വിളമ്പ് വിളമ്പ്. നേരെ ഒത്തിരി ആയില്ലേ? അമ്മ ഇരുന്നോ, ഞാൻ വിളമ്പി തരാം. നല്ലൊരു ദിവസമായിട്ട് അവനിതോടെ പോയി കിടക്കുവാ. ഞാൻ കൊറേ തവണ വിളിച്ചു അച്ഛാ, ഇനി വിളിക്കുന്നില്ല. മമ്മ എനിക്കിത് വേണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? മോളൊന്ന് കഴിച്ചു നോക്ക്. ടേസ്റ്റ് ചെയ്ത് നോക്ക് മോളെ. ഇഷ്ടമല്ലെങ്കിൽ മമ്മ വേറെ ഉണ്ടാക്കി തരാം. അതാ. കുറച്ച് കഴിച്ചു എങ്ങനെയുണ്ട്? ടേസ്റ്റി. ഇനി ഇച്ചിരി മീൻകറിയിൽ മുക്കി കഴിച്ചു നോക്കിയേ. വിളമ്പട്ടെ? അത് നോക്കിയിട്ട് പിന്നെ മോക്ക് കറി എടുത്തോട്. എനിക്കിതൊക്കെ ഇഷ്ടാ. മാർക്കറ്റിൽ പോകുമ്പോ ഇതൊക്കെ വാങ്ങാൻ ഹരീഷിനോട് പറയും. പക്ഷെ തരണ്ടിന്ന് കേൾക്കുന്നത് ദേഷ്യം. ഒരു കാര്യം ചെയ്യും, എല്ലാവരും കൂടി ഒരാഴ്ച അങ്ങോട്ട് പോര്. ചേനയോ ചേമ്പോ കാച്ചിലോ എന്താന്ന് വെച്ചാ അമ്മ ഉണ്ടാക്കി തരാം. ഇതൊക്കെ ഞാൻ പറയാഞ്ഞിട്ടാണോ അമ്മ? എല്ലാ പ്രാവശ്യം വരാൻ വേണ്ടി പ്ലാൻ ചെയ്യും. ആ സമയത്ത് എന്തെങ്കിലും മുടക്ക് വരും ഹരീഷിന്. പപ്പ പോയ 1 വീക്ക് കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. ആണോ? ഇടയ്ക്ക് ഞാനും പറയാറുണ്ട്, ഹരീഷ് വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാനും പിള്ളേരും അവിടെ വന്ന് നിൽക്കാന്ന്. പക്ഷെ അതിന് സമ്മതിക്കില്ല. മനുഷ്യൻ അങ്ങനെ ഓരോരോ തിരക്ക് വരുമ്പോൾ നിലമറക്കും. എനിക്കാണെ അച്ഛനും അമ്മയൊന്നുമില്ല. നിങ്ങളുടെ കൂടെ കുറച്ചു ദിവസം വന്ന് നിൽക്കാൻ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ചിലതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും. ബെസ്റ്റ് റിനു ഇറങ്ങിക്കേ.
അപ്പൊ പിന്നെ നടു വേദനിക്കും കേട്ടോ. നീ ചുമ്മാ ഇരിക്കും മോളെ, അവൻ കളിക്കട്ടെ. എന്താ മോളെ ഇത്? കൊച്ചിന്റെ തല നിറയെ താരനാണല്ലോ. താരണോ? അതെന്താ? നമ്മുടെ ഡാൻഡ്രഫ് ഇല്ലേ, ആ അതാ അത്. ഡാൻഡ്രഫ് പോകാനല്ലേ മമ്മ പറഞ്ഞിട്ട് ഷാമ്പു യൂസ് ചെയ്യുന്നത്. അതിനാ കുന്ത്രണ്ടൊന്നും വേണ്ട. ഇത്തിരി തുളസിയും ചെമ്പരത്തിയിട്ട് കാച്ചി എണ്ണ തേച്ചു നോക്ക്, മുടി പനങ്കുല പോലെ വളർന്നിരിക്കും. അതിനിവിടെ അതൊക്കെ എവിടെ കിട്ടാനാ? ആ മതി മതി, ഇറങ്ങിക്കേ. നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ പിള്ളേരെ? അവരിന്ന് ഇവിടെ കിടന്നോട്ടെ മോളെ, അല്ലേ? നല്ല കാര്യായി. അവർക്ക് ഉറങ്ങണമെങ്കിൽ പാട്ട് കേൾക്കണം. വാ. ഓ, ഇതാണോ പാട്ട്? എന്തിത്? ഇതൊക്കെ കേട്ടാണോ അവർ ഉറങ്ങുന്നത്? മക്കളിഞ്ഞു വന്നേ, അപ്പൂപ്പ നല്ല ഒന്നാം തരം പാട്ട് പാടിത്തരാം. പണ്ട് പണ്ട് ഒരിടത്ത് ഒരച്ഛനും അമ്മയും ഒരു കുഞ്ഞുവാവയും ഉണ്ടായിരുന്നു. കുഞ്ഞുവാവയെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞൊരു കുഞ്ഞുവാവ. ആ കുഞ്ഞുവാവയുടെ അച്ഛനൊരു ജന്മിയായിരുന്നു. ജന്മി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ കുട്ടിയൊക്കെ? ആ, ഒത്തിരി കാശും വലിയ വീടും കുറേ സ്ഥലവും ഒക്കെ ഉള്ള ഒരാൾ. എന്നിട്ടെന്താ, ഒരു ദിവസം പണക്കാരനായ അച്ഛനും അമ്മയും അങ്ങ് പോയി. പോയെന്ന് പറഞ്ഞാൽ വെച്ചു പോയതാണോ? ആ, പറയുന്ന കേക്ക്. ആ വാവയ്ക്ക് അവിടെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും പോലെ 2 ജോലിക്കാരുണ്ടായിരുന്നു. അവരാ വാവയ്ക്ക് പാട്ട് പാടിക്കൊടുത്തും കഥ പറഞ്ഞു കൊടുത്തും കൊഞ്ചിച്ചും ഒക്കെ അങ്ങനെ വളർത്തി. ഹരീഷ്, താനിത് എവിടെയാ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, എത്ര മെസ്സേജ് അയച്ചു. ഒന്ന് ഫോൺ. ഒരു ഹാപ്പി ന്യൂസ് പറയാനാ ഞാൻ വിളിച്ചത്. ഒന്ന് കൂളാവ്, ഞാനൊന്ന് പറയട്ടെ. അതെ, തന്റെ അച്ഛനും അമ്മയോടെ വന്നിട്ടുണ്ട്. ഫൂളിഷ്നെസ് ഒന്നും അല്ല, അവര് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അവരെ ആരും കൊണ്ടുവന്നൊന്നും അല്ല, അവർ രണ്ടുപേരും തനിച്ചിങ്ങ് പോന്നൂന്ന്. പിന്നെ ഞാൻ എന്തിനാ ഹരീഷ് നിന്നോട് നുണ പറയുന്നേ? ഹരീഷ്, നീ എന്തേ പറയുന്നേ? ദിസ് ഈസ് ടു മച്ച്. നീ ആദ്യം ഞാൻ പറഞ്ഞത് കേക്ക്. അവരെന്നെ നാറ്റിക്കാനായിട്ടാ വന്നിരിക്കുന്നത്. അത് ഞാൻ സമ്മതിക്കില്ല. ആരെങ്കിലും കാണുന്നതിന് മുമ്പേ അവരവിടുന്ന് പാക്ക് ചെയ്യണം. ഹരീഷ്, നീ ഞാൻ പറഞ്ഞ അനുസരിച്ചാ മതി. ഇപ്പൊ തന്നെ ആ മുറി ലോക്ക് ചെയ്യും. അവര് മുറിയിലുണ്ട്.
വിളിക്ക്. എത്രയും പെട്ടെന്ന് അവരെ പാക്ക് ചെയ്യണം. വെറുതെ മനുഷ്യനെ ദ്രോഹിക്കാനായിട്ട്. ശ്ശോ. ഹരീഷ്, ഹരീഷ്, ആൻ, what happened? എന്ത് പറ്റി? അവരെ കാണുന്നില്ല. കാണുന്നില്ലേ? നീ മാറിക്കേ. ആൻ, നീ ഡോർ ലോക്ക് ചെയ്യുന്ന ഉറപ്പാണോ? ഉറപ്പാ. ഞാൻ എന്തിനാ ഹരീഷ് നിന്നോട് നോട പറയുന്നേ? പിന്നെ അവരെങ്ങോട്ടാ പോയത്? അതാ ഞാനും. ആൻ, നീ വല്ല സ്വപ്നവും കണ്ടതാണോ? അല്ല, ഹരീഷ് ഇങ്ങ് വാ, ഞാൻ കാണിച്ചു തരാം. വാ. നീ എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോണേ? വട്ട ആർക്കാണെന്നേ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ദേ കപ്പ. അതെ. നോ നോ ഹരീഷ്, പ്ലീസ് ബിലീവ് മീ. ഞങ്ങൾ എന്ത് സന്തോഷത്തിലായിരുന്നു അറിയുന്നില്ല ഇവിടെ. എന്നാലും 1 മിനിറ്റ്. വാ വാ ഇവിടെ. ഇനി എങ്ങോട്ടാ? വാ വാ കാണു. ദേ നോക്ക്, ഹരീഷിന് വേണ്ടി അമ്മ ഉണ്ടാക്കി വെച്ചതാ ഇതെല്ലാം. ദേ കപ്പ. ദേ തെരണ്ടിക്കറി. നാടൻ കോവയ്ക്ക നോക്ക്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിനക്ക് മുഴുവട്ടാണ്. ഇല്ല ഹരീഷ്, സത്യം. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക് പ്ലീസ്. ഇത് അച്ഛനും അമ്മയും നിനക്ക് വേണ്ടിയാ. ഞങ്ങൾ എല്ലാവരും ചുറ്റും കഴിച്ചതാ ഹരീഷ്. ഒരു കാര്യം കൂടി കാണിച്ചു തരാം. വാ വാ. എനിക്ക് വട്ടാന്നല്ലേ? വാ ഞാൻ കാണിച്ചു തരാം. ആർക്കാ വട്ടം? ദേ കറിവേപ്പ് കണ്ടോ? ഹരീഷ്, അച്ഛൻ അവിടെ നട്ടത്. അവിടെ ഹരീഷ് മോളോട് ചോദിക്കാം. മോളെ ഇന്നലെ ഗ്രാൻഡ്മ വന്നില്ല ഇവിടെ? ഗ്രാൻഡ്മയും ഒക്കെ വന്നില്ല ഇവിടെ? മോളെ ഇന്നലെ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? നോ പപ്പ. ഹരീഷ് മോളെ, പിന്നെ അവിടെ നമ്മൾ ഇന്നലെ കപ്പപ്പുഴുക്കും തെരണ്ടിക്കറിയും ഒക്കെ കഴിച്ചില്ലേ നമ്മള്? ഹരീഷ് ഞങ്ങൾ കഴിച്ചു, സത്യ അല്ലേ മോളെ? പിന്നെ അവിടെ ആ ബെഡില് അപ്പനും റീനും അപ്പന്റെ മോളിൽ കയറി ഇങ്ങനെ ആന കളിച്ചില്ലേ? ഇതൊക്കെ സംഭവിച്ചതാ ഹരീഷ്. പക്ഷെ എനിക്ക് എന്താ പറ്റിയത്? ഇല്ല, എനിക്ക് ഉറപ്പാ എനിക്ക് എന്താ പറ്റി. ഹരീഷ് സത്യായിട്ട് മോള് ആന കളിച്ചു. നമ്മള് റീനുമായിട്ട് അവിടെ ഇരുന്നിട്ട്. എവിടെ റീനു? എവിടെ എന്റെ മോൻ? അല്ല ഹരീഷ്, എനിക്ക് ഉറപ്പാ മോളും ഞാനും എല്ലാവരും ഇരുന്നിട്ട്. എന്നാലും എത്ര സ്നേഹമുള്ള അച്ഛനും അമ്മയും അത്. എനിക്ക് അച്ഛനുമില്ല അമ്മയില്ല എന്ന് പറഞ്ഞിട്ട് ഹരീഷ് എന്നെ ഇതുവരെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി തന്നു. എന്നിട്ടും ഹരീഷ് എന്നെ ഇതുവരെ അവിടെ കൊണ്ടുപോവാൻ ഞാൻ എന്തിനാ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം മാറ്റി നിർത്തിയ? ഹരീഷ്
അവര് വന്നു ഹരീഷ്. അച്ഛനും അമ്മയും വന്നു. എന്ത് സ്നേഹമുള്ള അച്ഛനും അമ്മയോ. അവര് വന്നു. ഒത്തിരി സ്നേഹമുണ്ട്. പിന്നെ എനിക്കൊക്കെ ഉണ്ടാക്കി തന്നു. അവര് ഒത്തിരി ഒത്തിരി സ്നേഹമുള്ള അച്ഛനും അമ്മയും വന്നു. ഞാൻ അവരെ കണ്ടു. എന്ത് സ്നേഹം. ഒന്നും പറ്റിയിട്ടില്ല. ഐ എം വിത്ത് യു. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. മനസ്സിലായോ? ഒരു കുഴപ്പമില്ല. ഓക്കെ, കൂൾ ഡൗൺ. ഓക്കെ. അച്ഛനും അമ്മയും അച്ഛൻ അമ്മ അവർക്ക് എന്ത് സ്നേഹ. ഹരീഷിന് ഒരുപാട് ചോദിച്ചു. അവര് എടുത്തില്ലല്ലോ. ഹരീഷ് ഹലോ. ഹലോ സാറേ. ഞാനാ ഹരീഷ. ആ പറയേ. മനസ്സിലായില്ലേ? ആ പറഞ്ഞോളൂ. സാറേ വെരി സോറി. ഞാൻ കുറച്ച് ബിസിയായിരുന്നു. പിന്നെ ഫോൺ സൈലൻ്റ് ആയതുകൊണ്ട് ഇപ്പോഴാണ് കണ്ടത്. സാർ അവരൊന്ന് വിളിക്കൂ. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഞങ്ങൾ അങ്ങോട്ട് വരാനുള്ള പ്ലാനില്ല. അവരെ കാണാൻ വേണ്ടി ഇനി ഇങ്ങോട്ട് വരണമെന്നില്ലടോ. പിന്നെ താനിങ്ങോട്ട് വരികയാണെങ്കിൽ തനിക്കിവിടെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സാർ എനിക്ക് മനസ്സിലായില്ല. അവരിനി താനെന്നല്ല ആര് വിളിച്ചാലും വരില്ല. നിന്നെ കുറേ വിളിച്ചു, കുറേ കാത്തു, പിന്നെ അടക്കി. പറന്നാലും ഏറെ പറന്നാലും പകല് തീരും മുമ്പ് കൂട്ടിലെത്തും. ധാന്യപ്പഴങ്ങൾ അടർത്തിയെടുത്താലും എല്ലാം മുടിക്കുന്ന ശീലമില്ല.
കാപട്യമറിയാതെ തിരിയാതെ പാഴ്വസ്തു ചികയും കറുത്ത പക്ഷി. അറിയണം നാം ഇന്നും ബാഹ്യചന്തത്തിന്റെ പരിരംഭണത്തിൽ മയങ്ങി നിന്നിടുന്നു. മനസ്സിന്റെ നന്മയും ശോഭയും കാണണം, തമസിന്റെ അഴകിനെ അറിഞ്ഞു സ്നേഹിക്കണം. ദേ, ഈ വാഴക്കൊല അവിടെ കൊണ്ടുവന്ന്. ഹരീഷ്, ഇത് കണ്ടോ? ദേ, ഞാൻ പറഞ്ഞില്ലേ ഈ കറിവേപ്പ് അവരവിടെ കൊണ്ടുവന്ന് നട്ടത്. ദേ, ഇവര് തന്നെ അവിടെ വന്നത്. ഒന്ന് വിശ്വസിക്കും. പറന്നാലും ഏറെ പറന്നാലും പകല് തീരും മുമ്പ് കൂട്ടിലെത്തും. ധാന്യപ്പഴങ്ങൾ അടർത്തിയെടുത്താലും എല്ലാം മുടിക്കുന്ന ശീലമില്ല. കരുത്തുണ്ട്, കഴിവുണ്ട്, കറുപ്പിന്റെ അഴകുണ്ട്, അംഗബലമുണ്ട്, ബുദ്ധിയും സ്നേഹവും. കൂട്ടരെ കാക്കുവാൻ കൂട്ടമായി പൊരുതിടും കാക്കയെ നാം എന്റെ കല്ലെറിഞ്ഞിടും. വർഷത്തിലൊരു ദിനം ആടി വിളിക്കയും മറ്റു ദിനങ്ങളിൽ ആട്ടിയോടിക്കയും. മാനുഷ കാപട്യമറിയാതെ തിരിയാതെ പാഴ്വസ്തു ചികയും കറുത്ത പക്ഷി. അറിയണം നാം ഇന്നും ബാഹ്യചന്തത്തിന്റെ പരിരംഭണത്തിൽ മയങ്ങി നിന്നി
മനസ്സിന്റെ നന്മയും ശോഭയും കാണണം, തമസിന്റെ അഴകിനെ അറിഞ്ഞു സ്നേഹിക്കണം. അറിയണം നാം ഇന്നും ബാഹ്യചന്തത്തിന്റെ പരിരംഭണത്തിൽ മയങ്ങി നിന്നിടുന്നു. മനസ്സിന്റെ നന്മയും ശോഭയും കാണണം, തമസിന്റെ അഴകിനെ അറിഞ്ഞു സ്നേഹിക്കണം. കാക്ക പാവം കറുത്ത പക്ഷി, കാക്ക ഒരു പാവം കറുത്ത പക്ഷി. മോനെ, നീ നഷ്ടപ്പെടുത്തിയതിൻ്റെ വില നിനക്കിപ്പോ മനസ്സിലാകില്ല. അച്ഛനും അമ്മയും കട്ടിലിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ജീവച്ഛവമായി കിടന്നാലും അതൊരു ബലമാ. നീ സ്കൂളിൽ പഠിക്കുമ്പോഴേ പിള്ളേരൊക്കെ ചുറ്റും നിന്ന് കാക്കയുടെ മോൻ എന്ന് വിളിച്ച് കളിയാക്കും. നീ നിന്ന് കരയും. ആ ദേഷ്യം മുഴുവൻ നീ തീർക്കുന്നത് വേലുവിനോടാ. അപ്പോൾ നിന്റെ ദേഷ്യം മാറാൻ വേലു നിന്നോടൊരു ജന്മിയുടെ കഥ പറഞ്ഞു തരും, ഒരു കള്ളക്കഥ. പക്ഷെ നീ വളർന്നപ്പോ നിന്റെ ഉള്ളിൽ ആ കഥയും വളർന്നു. നീ ഒരു മകനാണെന്ന കാര്യം മറന്നു, അവരുടെ സ്നേഹം മറന്നു. ഇതാണ് അവരുടെ ബാക്കിയുള്ള സമ്പാദ്യം. ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം നീയായിരുന്നു. പക്ഷെ നീ അത് തിരിച്ചറിഞ്ഞില്ല. ഈ അച്ഛനും അമ്മയെന്നൊക്കെ പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു ബന്ധമല്ല, വലിയൊരു സ്നേഹം കൂടിയാണ്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ കൂടെ വേണ്ടത്. മരിച്ചു കഴിഞ്ഞ് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും അതൊക്കെ ഒരു കാപട്യമാണ്. ഞാനായാലും നീ ആയാലും ഇതിനൊക്കെ മറുപടി പറഞ്ഞ് ഇവിടം വിട്ടു പോകാൻ പറ്റൂ. അതൊരു പ്രകൃതി സത്യമാണ്. ജീവിച്ച കാലമത്രയും അവർ സഹിച്ച വേദനകൾക്ക് പ്രായശ്ചിത്തമാകില്ല പിന്നീടുള്ള നമ്മുടെ കണ്ണുനീരും വേദനയും ഒന്നും